ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ബ്രിസ്ബെയിൻ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി ഒരുക്കുന്ന ജീവവചനമെന്ന സുവിശേഷ പരമ്പരയിലേക്ക് ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 15-16 തിരുവചനങ്ങൾ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. എനിക്ക് കരുണ തോന്നുന്നവനോട് ഞാൻ കരുണ ചെയ്യും, എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ ചെയ്യും. ആകയാൽ ആഗ്രഹിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല, പിന്നെയോ കരുണയുള്ളവനായ ദൈവത്താൽ അത്രേ സർവവും സാധിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ നാം എപ്രകാരം ഓടിയാലും എപ്രകാരം ആഗ്രഹിച്ചാലും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ പദ്ധതിയുമാണ് നിവർത്തിക്കപ്പെടുക എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയാണ് സർവവും സാധ്യമാക്കുന്നതിന് അടിസ്ഥാനമായിരിക്കുന്ന ഒരു കാര്യമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 1950കളിൽ അമേരിക്കയിൽ വളരെ ശക്തമായിരുന്ന ഒരു ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പായിരുന്നു മൗസ് എന്ന് പറയുന്നത്. അതിൻ്റെ നേതാവ് നിക്കി ക്രൂസ് തൻ്റെ ജീവിതത്തെ ഏറ്റവും ക്രൂരമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ കൊണ്ട്, മദ്യപാനം കൊണ്ട്, വൈരാഗ്യം കൊണ്ട് നിറച്ചിരുന്നു. ശൈശവത്തിലെ അദ്ദേഹത്തിൻ്റെ അനാഥത്വവും സതാനിക ആരാധനകൾ നിറഞ്ഞ പശ്ചാത്തലവുമെല്ലാം അദ്ദേഹത്തെ തൻ്റെ ജീവിതം ഇപ്രകാരം അന്ധകാരത്തിലും ക്രൂരതയിലും നയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഒരിക്കൽ ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന യുവ ശുശ്രൂഷകൻ വളരെയധികം പൈശാചികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതത്തെ തള്ളി നീക്കിക്കൊണ്ടിരുന്ന നിക്കിയോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിക്കി, യേശു നിന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നിക്കി ഇതിനോട് പ്രതികരിച്ചത് വളരെയധികം ആക്രോശത്തോടും ഭീഷണിയോടും കൂടിയായിരുന്നു. എന്നാൽ ഒരിക്കൽ നിക്കി ഒരു ആരാധനാ യോഗത്തിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യമുണ്ടായി. അവൻ ആരാധന യോഗത്തിൽ സംബന്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കരുണ അവനിലേക്ക് ഒഴുകി ഇറങ്ങുവാനായിട്ട് ഇടയാവുകയും തൻ്റെ പഴയ ജീവിതത്തെ പൂർണ്ണമായിട്ടും അവൻ വിട്ട് ദൈവ വചനത്തിൻ്റെ, ദൈവ സ്നേഹത്തിൻ്റെ, ദൈവ കരുണയുടെ കീഴിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. സങ്കീർത്തനങ്ങൾ 139 5-6 വാക്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേൽ ഉണ്ട്. നാം എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മുമ്പിലും പിൻപിലും ഇല്ല എങ്കിൽ നാം ചെയ്യുന്നതുകൊണ്ട്, നാം പറയുന്നതുകൊണ്ട്, നാം പ്രവർത്തിക്കുന്നുകൊണ്ട്, നാം ആഗ്രഹിക്കുന്നുകൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടാകുവാനായിട്ട് പോകുന്നില്ല. യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷ വേളകളിൽ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും 7 അപ്പവും ചെറുമീനുകൾ കൊണ്ട് 4000 പേരെ പരിപോഷിപ്പിച്ചതും, അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തതും, മുടന്തന്മാര് നടക്കുവാൻ ഇടയാക്കിയതും, കുഷ്ഠരോഗികൾ വെടിപ്പാക്കപ്പെടുവാൻ ഇടയാക്കിയതും, ബധിരർ കേൾക്കുവാനും മരിച്ചർ ഉയർത്തെഴുന്നേൽക്കുവാനും ഇടയാക്കിയതുമെല്ലാം അവനുള്ള മനുഷ്യ സ്നേഹവും ദയയും കരുണയും വെളിവാക്കപ്പെടുകയാണ്. ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് നിവർത്തിക്കുവാൻ വേണ്ടിയല്ലേ വാസ്തവത്തിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും അന്യം നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ അവനെ ദൈവ കരുണയുടെ മുമ്പിലേക്ക്, ദൈവസ്നേഹത്തിൻ്റെ മുമ്പിലേക്ക് ചേർത്ത് നിർത്തുവാനുള്ള ഒരു ഉത്തരവാദിത്വവും എനിക്കുണ്ട് എന്ന ബോധ്യത്തിൽ അവൻ്റെ കരുണയിൽ നമുക്ക് അഭയപ്പെടാം. മറ്റുള്ളവരോട് കരുണയുള്ളവനായി, കരുണയുള്ളവളായി, സ്നേഹമുള്ളവനും സ്നേഹമുള്ളവളുമായി തീരുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥാ.
വേണം ഞങ്ങളിലെന്നും. അനവധിയായി സ്തോത്രം നാഥ, കൃപ വേണം